വൺ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. ഏത് പാൻ വേണമെങ്കിലും എടുക്കാം. കട്ടിയുള്ള നല്ല നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുക. 1/2 കപ്പ് കൊക്കോ പൗഡർ, അതിനോടൊപ്പം 1 കപ്പ് നല്ല പൊടിച്ച പഞ്ചസാര, ഫൈൻ പൗഡറായിട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കുക. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ. ഞാനിവിടെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ആദ്യം ആഡ് ചെയ്തിട്ട് പിന്നെ 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഇട്ടതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഓയിലാണ്. ഓയിൽ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് വേണ്ടത്. നമ്മൾ ഈ മൈദയൊക്കെ അളന്ന കപ്പിൻ്റെ ചെറിയ കപ്പിൽ 1/2 കപ്പിൽ സൺഫ്ലവർ ഓയിലും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. നല്ലതുപോലെ തന്നെ മിക്സാക്കി കൊടുക്കണം. കട്ടയൊന്നും കാണാൻ പാടില്ല. മിക്സ് ചെയ്ത് ആക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് തട്ടി റിലീസാക്കണം. എന്നിട്ട് പാൻ നല്ലതുപോലെ അടച്ച് വെച്ച് 15 മിനിറ്റ് ഫ്ലെയിം ഓണാക്കി വെക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷാണ് വേണ്ടത്. അതിലേക്ക് മറ്റൊരു പാനിൽ കുറച്ച് കൊക്കോ പൗഡർ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് തോനെ മധുരം വേണമെങ്കിൽ അത്രയും കൂടുതൽ എടുക്കാം. അതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ ചെറിയ ടീസ്പൂണിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അത് ഒരു കുറുകി വരാൻ വേണ്ടിയാണ്. പിന്നെ വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഗനാഷ് നന്നായിട്ട് കുറുക്കിയെടുക്കുക. നല്ല രീതിയിൽ കുറുകി വരണം. കുറുകി വരുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. 15 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഈ ഒരു പരുവത്തിലായിരിക്കും കേക്ക് ഉണ്ടാവുക. കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗനാഷ് ചേർത്ത് കൊടുത്തിട്ട് ചൂട് മാറിയ ശേഷം കട്ട് ചെയ്ത്